ഇവിടെ മെയിനായിട്ട് എനിക്ക് അറ്റായി തോന്നിയ കാര്യം ഇല്ലേ, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തായിക്കോട്ടെ AC കംപ്ലൈന്റ് ആയാലും നമ്മളെ സിങ്ക് പെട്ടെന്ന് വെള്ളത്തിന്റെ പ്രോബ്ലം ഒക്കെ വന്നാൽ അങ്ങനെ ഞങ്ങൾ യുഎയിൽ താമസിക്കണതിന്റെ ഒരു ഹോം ടൂർ വീഡിയോ ഞങ്ങൾ ഇന്ന് എടുക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഒരു ഷൂ റാക്ക് ഉണ്ട്. ഇതില് 2 സ്പേസ് വരുന്നുണ്ട് ഷൂ റാക്കിലേക്ക്. പിന്നെ അതാ ഇങ്ങനെ ഇതില് കുട്ടികളൊക്കെ ഷൂ ആണ് കേട്ടോ വയ്ക്കുന്നത്. എനിക്ക് പിന്നെ അകത്തോട്ട് പോയാലോ? കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വൈഫൈ കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, മന്ത്ലി പേയ്മെന്റ് ആണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വൈഫൈ കണക്ഷൻ ഉണ്ട്. ഇത്തിസാദിനാണ്, ഷെയറിംഗ് വൈഫൈ ആണ്, മന്ത്ലി 100 dirhams ആണ് കേട്ടോ. ഇതാണ് പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷന്. പിന്നെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇവിടെയാണ് കേട്ടോ വെക്കുക. റൂമിൽ വെക്കാറില്ല, ഇവാനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെയാണ് വെക്കാറ്. പിന്നെ നമ്മൾ നേരെ കയറി വരുന്നത് ഹോളിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ. എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം ഇതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ടേബിൾ കുറച്ച് ഇവിടെ നീക്കിയിട്ടാണ് എല്ലാവരും ഇരിക്കുക. കുഞ്ഞൊരു ഡൈനിങ് ഏരിയ ആണ്, 4 ചെയറാണ് കേട്ടോ ഈ ഒരു ഡൈനിങ് ടേബിളിൽ വരുന്നത്. പിന്നെ ഇവാനിന് ഒരു ചെയർ ഉണ്ട്. പിന്നെ അതാ ടിവിയുടെ റിമോട്ടൊക്കെ ടേബിളുകളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഫോൺ അങ്ങനത്തെ സാധനങ്ങൾ. ഇതിന്റെ അടിയിലാണ് ഇവാനിന്റെ സൈക്കിള്, ടോയ്സ് ഒക്കെ വെക്കാറുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫർണിച്ചേഴ്സ് വളരെ മിനിമൈസ് ചെയ്തിട്ട ഫർണിച്ചേഴ്സ് ഉള്ള, ഒരുപാട് ഫർണിച്ചേഴ്സ് ഒന്നുമില്ല. ഇവിടെ ഈ ഒരു സോഫ ഉണ്ട്. പിന്നെ ഈ സോഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കണ്ടത്. ഇതിന്റെ താഴ്ഭാഗം എന്താ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 4 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു സ്പേസിൽ ഒരു കട്ടിലായി മാറും. ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിൽ തന്നെയാണ് കിടക്കാറ്. ഈ സോഫ ഇപ്പൊ ഇങ്ങനെ വലിച്ചപ്പോ ഒരു ബെഡ് പോലെ ആയിട്ടുണ്ട്. ഇതിലൊരു 2-3 ആൾക്കാർക്ക് സുഖമായിട്ട് കിടക്കുക. അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഗസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ എയ്സുവിന്റെ കട്ടിലാണിത്. എയ്സ് ഇതിലാണ് കിടക്കാറും കളിക്കാറൊക്കെ. എയ്സുവിന്റെ ടോയ്സും എയ്സുവിന്റെ ഐറ്റംസും ഒക്കെ കട്ടിലിന്റെ താഴെയാണ്. അവർ വെക്കേഷന് പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ TV, എയ്സും വിമാനും ഒക്കെ സോഫയിൽ ഇരുന്നിട്ട് TV കാണാം, സോഫയിൽ നിന്ന് TV കാണാം. അത് തന്നെ ഇവിടുത്തെ പരിപാടി. അപ്പൊ ഇത്രയാണ് ഹോള് വരുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു ഫ്ലാറ്റിന് ബാൽക്കണി ഇല്ല. നമുക്ക് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് 2 വിൻഡോസ് ആണ് ഉണ്ടാവുള്ളത്. അതാ ഞാൻ കാണിച്ചുതരാം. ഇവാനുള്ളതുകൊണ്ട് ഞങ്ങള് മാക്സിമം ഇത് ലോക്ക് ചെയ്തിടലാണ്. ഇവിടുത്തെ സോഫയെന്ന് കയറിയിട്ട് ഇവിടെ നിൽക്കണോണ്ട് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെയാണ് കേട്ടോ വരിക. ഈ ഒരു ഭാഗത്ത് നെസ്റ്റോ ഉണ്ട്. പിന്നെ അജ്മാന്റെ നല്ല നല്ല വ്യൂസും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഹോള് ഇത്രയപ്പോൾ ഉള്ളത്. പിന്നെ ഹോളിൽ ഒരു ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 റൂമിൽ മിറർ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ മിറർ ഉണ്ട്. പിന്നെ ഡോറിന്റെ ബാക്കിൽ കുറച്ച് ഹുക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ ഹോള് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വീണ്ടും പാസേജിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് റൂമിലെത്താൻ. റൂമിൽ പോയി നോക്കാം. റൂമിലേക്ക് കയറുമ്പോ തന്നെ എയ്സുദാ സ്കൂളിന്റെ ഹാപ്പി ഹോളിഡേസ് എന്നൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. റൂമിലും ബാൽക്കണി അല്ല, വിൻഡോസ് ആണ്. റൂമിൽ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പിന്നെ എന്റെ യൂട്യൂബിന്റെ ട്രൈപോഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇക്കാർക്ക് വർക്ക് ചെയ്യാനും പിന്നെ എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ലാപ്പാണ്. പിന്നെ ഒരു ചെയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് ഉണ്ട്. ആ ബെഡിന് മാച്ച് ആയിട്ട് തന്നെ 2 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ യൂസേജിങ് ഇല്ല. ജസ്റ്റ് ഇവാനിന്റെ ഡ്രസ്സ് ഞങ്ങൾ വന്നപ്പോ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കും. ഇവിടെ ഇതിലാണ് വെള്ളം വെക്കാറ്. ഇപ്പൊ ഇവാനും അവര് നാട്ടിൽ പോയതുകൊണ്ട് ഇതില് ഭയങ്കര കളിയാണ് കേട്ടത്. ഓപ്പൺ ആക്കിയിട്ടൊക്കെ. അപ്പൊ ഞങ്ങൾ അതില് വെള്ളം ഇപ്പൊ നിറയ്ക്കുന്നില്ല. പിന്നെ ഇതിലെ ഈസുവിന്റെ സ്കൂളിന്റെ ഐറ്റംസ്, ഷിയാബാക്കാട് എംബാബിയുടെ ഒക്കെ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് പിന്നെ എന്റെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പെട്ടിയാണ്. അത് വെക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെയാണ് വെക്കാറ്. മേലെ ഒരുപാട് സാധനങ്ങൾ മേലെ വേറെ ഉണ്ട്. ഞങ്ങൾ വിസിറ്റിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം വന്നതും ഇപ്രാവശ്യം വന്നതും പിന്നെ ഇവരെ ഐറ്റംസ് ഒക്കെ മേലെ തന്നെയാണ് കേട്ടോ. പിന്നെ വാഷ് ചെയ്യാനുള്ള ക്ലോത്തുകളൊക്കെ ഇതിൽ ഞങ്ങളത് വെക്കാറ്. പിന്നെ ഈസുവിന്റെ വാട്ടർ പെയിന്റുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസിനൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ വെക്കും. പിന്നെ ഒരു എക്വോറിയം ഉണ്ട്. ആ എക്വോറിയത്തില് ഫിഷ് ഒന്നും ഇല്ല, ഒക്കെ ചത്തുപോയതുകൊണ്ട് ഈസുവിന്റെ പെയിന്റ്, കാർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ വീണ്ടും ഹോളിലത്തെ പോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി അല്ല, വിൻഡോ. ആ സെയിം വ്യൂ തന്നെയാണ്, കുറച്ചുകൂടി ഡിഫറെന്റ് ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 അയില് വരുന്നുണ്ട്. കാര്യമൊന്നുമില്ല, പ്രാവുകൾ നല്ല ശല്യം ഉള്ളതുകൊണ്ട് ഒന്നും ഇടാനൊന്നും പറ്റില്ല. പക്ഷെ കുറച്ച് നേരം നോക്കാം.
ബിൻഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 വാർഡ്രോബ് വരുന്നുണ്ട്. ഇതിലെന്റെ മേക്കപ്പ് ഐറ്റംസ് ആണ്. ഞാൻ തുറക്കണില്ല, ഫുൾ അലങ്കളായിട്ട് എടുക്കണം. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഡ്രസ്സ്, എൻ്റെ ഇവാനിൻ്റെ ഇക്കാടൊക്കെ ഡ്രസ്സ്. ഇവിടെ പിന്നെ ഷ്യാബാക്കയുടെയും ബാബിയുടെയും അവരുടെ ഐറ്റംസ് ഒക്കെ അവർ നാട്ടിൽ പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ കിടക്കണത്. വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും. പക്ഷെ ഷ്യാബാക്കയുടെ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ലോക്കർ ഉണ്ട് കേട്ടോ. ഈ ലോക്കറിൽ വെക്കുന്നത് പിന്നെ 2 ഇത് വരുന്നുണ്ട്, ചെറിയൊരു ഷെൽഫ് പോലെ വരുന്നുണ്ട്. അതിലാണ് അയൺ ബോക്സും ലാപ്ടോപ്പും മുസല്ലി നിസ്കാര കുപ്പായം ഒക്കെ വെക്കുക. പിന്നെ ഇതിലും 2 മിറർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 മിറർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ടേബിളിലാണ് നമ്മൾ അയൺ ചെയ്യലും ഒരുവിധം സാധനങ്ങളൊക്കെ അയൺ ചെയ്യലും സ്റ്റഡി ടേബിളും കൂടിയിട്ടാണിത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു വലിയൊരു മിറർ വരുന്നുണ്ട്. ഫുള്ളായിട്ട് എല്ലാ നമ്മളെ ഡ്രസ്സൊക്കെ കാണാൻ പറ്റിയൊരു മിററാണ്. ഈ ഒരു കബോർഡിൽ ഇവാനിന്റെ ബുക്സ് ആണ് കേട്ടോ. ഇവാനിനെ പഠിപ്പിക്കണ ഫ്ലാഗ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ താഴെയുള്ളത് ഇവാനിന്റെ ഡ്രസ്സുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിലാണ് ഇരിക്കുള്ളൂ, മറ്റേലൊക്കെ അവള് തന്നെ വലിച്ചിടും. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ റൂമിൽ തന്നെയാണ് കേട്ടോ എസിയുടെ സ്വിച്ച് വരുന്നത്. പിന്നെ ഈ ഡോറിന്റെ ബാക്കിലാണ് നമ്മൾ വാഷിങ്ങിനുള്ള തോർത്തുമുണ്ടും ഐറ്റംസ് ഒക്കെ ടർക്കി തോർത്തുമുണ്ടൊക്കെ വെക്കുക. അപ്പൊ നമ്മൾ ഈ റൂം കഴിഞ്ഞു. കിച്ചൺ ആണ് കേട്ടോ. കിച്ചൺ കാണിച്ചതാ. കിച്ചൺ ഒരു ചെറിയ കിച്ചൺ ആണ് കേട്ടോ, വലിയ കിച്ചൺ ഒന്നല്ല. ഇവിടെ ഫസ്റ്റ് വരുന്നത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീന്റെ മേലെ തന്നെയാണ് മിക്സി വെച്ചിട്ടുള്ളത്. പിന്നെ കബോർഡുകളുണ്ട്, 4 കബോർഡ് ഉണ്ട്. അതിൽ ഫുള്ളിലും നമ്മൾ ഐറ്റംസ് തന്നെയാണ് കേട്ടോ, മസാലപ്പൊടി. പിന്നെ മേലെ ഉള്ളത് അധികം യൂസ് ആക്കാത്ത ഐറ്റംസ് ആണ്, ഇപ്പോഴും ആവശ്യമില്ലാത്ത ഐറ്റംസ് ഈ ഒരു ഷെൽഫില്. പിന്നെ ഈ ഒരു ഷെൽഫിലാണ് പൾസസ്, പിന്നെ ഒരുപാട് തോനുള്ള പൊടികളും, പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത പുളി, കെച്ചപ്പ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ളത് ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ആ കബോർഡിലാണ് നമ്മൾ എഗ്സ്, പിന്നെ പീനട്ട് ബട്ടർ, ഒലിവ് ഓയിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുക. പിന്നെ ഇവിടെ ഉള്ളതിലാണ് നമ്മൾ പേസ്റ്റ്, ഓയില്, പിന്നെ അങ്ങനെ നമ്മൾ ലിക്വിഡ് ഐറ്റംസും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയാണ് കേട്ടോ വെക്കുക. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്. വലിയ ഫ്രിഡ്ജ് നോക്കിയതായിരുന്നു, പക്ഷെ ഇത്രയേ ഉള്ളൂ കിച്ചന്റെ ഒരു വലിപ്പം. ഈ ഒരു ഹൈറ്റേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ട് ഒരു കുട്ടി ഫ്രിഡ്ജ് ഉണ്ട്. ഈ ഫ്രിഡ്ജിന്റെ ഫ്രീസർ താഴെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ഇവാന് ഫുള്ള് ഫ്രീസറിലെ എല്ലാ ഐറ്റംസും കഴിക്കും. പിന്നെ ഇവിടെയാണ് പാത്രങ്ങൾ വെക്കണത്. ഫ്രിഡ്ജ് ഈ ഒരു ഇത്രേ ഉള്ളൂ, കുറച്ച് സാധനങ്ങളെ വെക്കാൻ പറ്റുള്ളൂ. ഫ്രീസറും കുറച്ച് തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഈ പാത്രങ്ങളൊക്കെ വെക്കണതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ കട്ടിംഗ് ബോർഡ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സ്പാറ്റുല, മറ്റേ ഓയിൽ സ്പ്രെഡർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കും. പിന്നെ 2 സിങ്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെച്ചേക്കാണ്. പിന്നെ ഇതിന്റെ താഴെ 3 ഷെൽഫ് വരുന്നുണ്ട്. അതിന്റെ താഴെ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കും. പിന്നെ തോന ഡിറ്റർജന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഷെൽഫിൽ കൊള്ളില്ല. വലിയതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെയാണ് കേട്ടോ വെക്കുക. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചട്ടി, പൊട്ടണ ഐറ്റംസ് ഒക്കെ അതിന്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ഗ്യാസ് അത്ര വലിയ ചിമ്മിനൊന്നുമില്ല, നോർമൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഗ്യാസ് തന്നെയാണ്. 3 അടുപ്പുള്ള ഗ്യാസ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മന്തിയാണ് കേട്ടോ. ഇതാ ബീഫ് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്കും ഷെൽഫ് വരുന്നുണ്ട്. ഇതിനോട് മാച്ച് ചെയ്യുന്നതായിട്ടുള്ള ഷെൽഫ് തന്നെയാണ്. ഇവിടെ നമ്മൾ 5 കിലോന്റെ ഒക്കെ ബസ്മതി അരി അങ്ങനെ റൈസൊക്കെ വരുമ്പോൾ ഇതിൽ വെക്കും. പിന്നെ ഈ ബക്കറ്റിൽ നമ്മൾ സോയ ചങ്ക്സ്, അങ്ങനെ കോൺഫ്ലവർ, മൈദപ്പൊടി അങ്ങനത്തെ മൈദ ഐറ്റംസ് ഒക്കെ ഇതിലാണ് കേട്ടോ വെക്കാറ്. പിന്നെ ഇവിടെ 4 ഷെൽഫ് വരുന്നുണ്ട്. ആ ഷെൽഫില് നമ്മൾ ഗ്ലാസുകൾ, പിന്നെ എയ്സൂന്റെ ടിഫിൻ ബോക്സുകൾ, പിന്നെ എന്തെങ്കിലും സ്നാക്സ് അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ വെക്കുക. ഇനി ഇവിടെ ഇരിക്കുന്നത് നമ്മളെ സിലിണ്ടർ ആണ്, ഗ്യാസ് സിലിണ്ടർ. മേലെ നമുക്ക് കുറെ ഓയില്, മിൽക്ക് അങ്ങനൊക്കെ വാങ്ങിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേലെയും വെക്കാറുണ്ട്. കുറെ തോന്നെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ വെക്കാറുണ്ട്. പിന്നെ ഇവിടെ വിൻഡോ ഇവിടെ തുറന്നാൽ നമുക്ക് അപ്പുറത്തെ ഫ്ലാറ്റ് ഒക്കെ കാണാം കേട്ടോ. ഇപ്പുറത്തൊക്കെ ഫ്ലാറ്റുകളൊക്കെ കാണാം പാത്രം കഴുകുമ്പോഴൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടേബിളൊക്കെ ഇട്ടാൽ മിക്സി ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഹീറ്റർ,
പിന്നെ എക്സോസ്റ്റ് ഫാന്, പിന്നെ ലൈറ്റ്. അത്രയാണ് നമുക്ക് കിച്ചണിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മളെ ബാത്റൂം കാണാം. കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാസേജിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. ഇതാണ് ബാത്റൂം വരുന്നത്. ഇവിടെ ഞങ്ങള് വൈപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിററും ലൈറ്റ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു വാഷ് ബേസിൻ, ഒരു ടോയ്ലറ്റ്, പിന്നെ ബാത്ത് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല. നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഷവർ, പിന്നെ ഹാൻഡ് ഷവർ. ഇത്രയാണ് അപ്പൊ നമ്മള് ഹോം ടൂർ വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് കളയണ പ്ലേസും പിന്നെ നമ്മള് വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഇടുന്ന പ്ലേസും കാണിച്ചു തരാം. എന്നോട് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നിങ്ങൾ എവിടെയാണ് വേസ്റ്റ് കളയാറെന്ന്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വേസ്റ്റ് ഇട്ടു തരാം. ഇന്നത്തെ വേസ്റ്റ് ഇത്ര ഉള്ളൂ കേട്ടോ. സാധാരണ വലിയ കവർ കിട്ടാറുണ്ട്. ഞാൻ ക്ലീൻ ചെയ്തോണ്ടാണ്. നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാം. ഇവിടെ സെൻസർ ലൈറ്റ് ആണ്. നമ്മൾ എത്തിയാലാണ് ലൈറ്റ് വെക്കുക. പിന്നെ നമ്മളെ റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ലിഫ്റ്റ് വരുന്നത്. ഇതാണ് നമ്മളെ ഗാർബേജ് റൂം. ഇതിൽ കൂടെയാണ് വേസ്റ്റ് ഇട്ട് കൊടുക്കല്. എന്നോട് കുറെ പേര് നാട്ടിൽ അറിയാത്തവരിട്ടോ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് റൂം വരുന്നുണ്ട്, ടെലിഫോൺ റൂം വരുന്നുണ്ട്, പിന്നെ ഫൈറ്റിംഗ് റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഈ ഒരു പാസേജ് കൂടെയാണ് ഞാൻ അലക്കിയത് ഇടാൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രയർ. ഇതാണ് കേട്ടോ ഡ്രയർ. അവിടെ വേറെ ഡ്രയർ ഉണ്ട്. പിന്നെ അവിടെ ഒക്കെ ഡ്രയർ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണാനില്ല. അപ്പൊ നമ്മളെ ഹോം ടൂർ എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുകയാണ്. മെയിൻ ആയിട്ട് എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അജ്മാൻ റുമൈല വണ്ടിയിലാണ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുലു, നെസ്റ്റോ, KM ട്രേഡിങ്. പിന്നെ അജ്മാൻ ബസ് സ്റ്റേഷന് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. പിന്നെ ഷിയാബാക്കും ഇവിടെ അടുത്ത് തന്നെയാണ് ഡ്യൂട്ടി വരുന്നത്. ബാബിക്കും ഇവിടെ അടുത്ത് തന്നെയാണ്. രണ്ടുപേർക്കും വാക്കിംഗ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും വെച്ചാൽ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ റെന്റ് ആയിരിക്കും. അത് നമുക്ക് ഇക്കാട് ചോദിച്ചു വെക്കാം. റെൻറ്റ് നമുക്ക് നമ്മളെടുത്ത സമയത്ത് ഇതിന് 15,000 15,000 ദിർഹംസിന് റെൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ 2025 എല്ലായിടത്തും 5%, 10% ഒക്കെ വെച്ചിട്ട് റെൻറ്റ് ഇൻക്രീസ് ആയതുകൊണ്ട് നമുക്കും എഫക്റ്റ് ആയിട്ടുണ്ടത്. ഇപ്പോൾ നമ്മൾ 20,000 ദിർഹംസാണ് നമുക്ക് റെൻറ്റ് വരുന്നത്. പിന്നെ ഫേവ സെപ്പറേറ്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഡിപ്പെൻസ് ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് കൂടിയും കുറഞ്ഞൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ നമുക്ക് 400 ദിർഹംസാണ് നമുക്ക് ഫേവയുടെ ബില്ല് വന്നത്. പിന്നെ വാട്ടർ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ല് തന്നെയാണ് ഫേവയുടെ ബില്ല് എന്ന് പറഞ്ഞത്. അതാണ് 400 ദിർഹംസ് ലാസ്റ്റ് മന്ത് വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് അട്രാക്റ്റീവ് ആയി തോന്നിയ കാര്യം, ഞാനിവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് കസിൻസിന്റെ ഒക്കെ അപ്പാർട്ട്മെന്റ് പോയിരുന്നു. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാല് അവരുടെ ഫ്ലാറ്റിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളെ വരുത്തിയിട്ടാണ് ചെയ്യല്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് എന്തായിക്കോട്ടെ, AC കംപ്ലൈന്റ് ആയാലും നമ്മളെ സിങ്ക് പെട്ടെന്ന് വെള്ളത്തിന്റെ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കെയർ ടേക്കർ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് അതൊന്നും തന്നെ ശരിയാക്കി തരും. അതെനിക്കൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഇത് ഒരു ഓക്കെ ആയ സ്ഥലമാണ്. വലിയ റഷ് ഒന്നുമില്ല. ലിഫ്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വലിയ റഷും തിരക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു അപ്പാർട്ട്മെന്റ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പാർക്കിങ്ങിന്റെ ഇഷ്യൂ. പാർക്കിംഗ് ഇല്ല. മെയിൻ ആയിട്ട് പാർക്കിംഗ് ആണ് നമുക്കുള്ളത്. അത് ഒരു രാത്രിയൊക്കെ എത്തിയാലും 1 മണിക്കൂർ ഇങ്ങനെ കറങ്ങണം. 10 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരെ കച്ചേക്ക് തന്നെ പോകണം. ഇവാനും ഇവിടെ TV ആണ് കേട്ടോ. TV കാണിക്കാൻ ഇരുത്തിയിട്ടുള്ള എന്താന്ന് വെച്ചാല് ഇവിടെ ഹോം ടൂർ ഇതാ കൊളാക്കി തരും. ഇവിടെ ഇടക്കിടക്ക് വന്ന് നോക്കി പോകേണ്ടതാ നിൽക്കുന്നത്. നോക്കി പോകണ്ട്. അവിടെ TV വെച്ച് കൊടുത്തിട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ ആൾ. അല്ലെങ്കിൽ കട്ടിലാണ് അവളെ മെയിൻ ഹോബി. അപ്പൊ ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.